പൗരോഹിത്യ രജത ജൂബിലിയും 50-ാം പിറന്നാളും ആഘോഷിക്കുന്ന റവറൻ ഡോക്ടർ ലൂയിസ് ചരിവിള പുത്തൻവീട്ടിലിൻ്റെ പിന്നിട്ട വഴികളിലേക്ക് ഒരു എത്തിനോട്ടം. രജതം 2024. 1973 ഒക്ടോബർ മാസം 18-ാം തീയതി ചരിവിള പുത്തൻവീട്ടിൽ പരേതരായ ഉമ്മൻ പാപ്പിയുടെയും ശോശാമ്മയുടെയും 8ാമത്തെ മകനായി ലൂയിസ് ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തേവലപ്പുറം ഗവൺമെൻറ് LP സ്കൂളിലും UP സ്കൂളിലും പൂർത്തിയാക്കിയ ലൂയിസ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി ബത്തേരി രൂപതയിലെ നിർമ്മല ഹൈസ്കൂളിൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ CP തോമസിൻ്റെ നിയന്ത്രണത്തിലും ശിക്ഷണത്തിലും പഠനത്തിനായി വന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം ദൈവിക ധാർമ്മിക മൂല്യങ്ങളിൽ ശ്രദ്ധ തിരിച്ച ലൂയിസിനെ അന്നത്തെ എരുമമുണ്ട വികാരി ഭാഗ്യചരിതനായ വന്യ തോമസ് തുമ്പൈച്ചിറയിൽ അച്ഛൻ ഗുരുകുലം സെമിനാരിയിലേക്ക് പറഞ്ഞയച്ചു. ഗുരുകുലം സെമിനാരിയിൽ അന്നത്തെ രൂപതാ ബിഷപ്പായിരുന്ന ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവയുടെയും ഗീവർഗീസ് മോർ ദിവന്യാസ്യൂസ് മെത്രാപ്പൊലിത്തായുടെയും കാർക്കശ്യ പരിശീലനത്തിൽ വളർന്നു. തുടർന്ന് മലങ്കര മേജർ സെമിനാരിൽ നിന്ന് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ബിരുദങ്ങൾ കരസ്ഥമാക്കി പ്രായോഗിക പരിശീലനവും പൂർത്തീകരിച്ച് 1999 ഡിസംബർ 30-ാം തീയതി പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കാലങ്ങളും വർഷങ്ങളും താണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിർവഹിച്ചപ്പോൾ ഭൂഖണ്ഡങ്ങൾ 3 ലൂയിസ് അച്ഛന് താണ്ടേണ്ടി വന്നു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കുക എന്ന കർത്തൃവചനം അന്വർത്ഥമാകുന്നതുപോലെ ഇക്കാലയളവിൽ പൗരോഹിത്യ ശുശ്രൂഷയോടൊപ്പം ഉന്നത ബിരുദങ്ങളും കരസ്ഥമാക്കുന്നതിൽ തീക്ഷ്ണമതിയായ ഈ പുരോഹിതൻ ശ്രദ്ധാലുവായിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA കരസ്ഥമാക്കി. ദൈവശാസ്ത്രത്തിൽ ലൊവൈൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും റോമിലെ സെന്റ് തോമസ് അഞ്ചലിക്കം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നത വിജയത്തോടെ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. രജത ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ലൂയിസ് അച്ഛനെ സഭയുടെ തലവനും പിതാവുമായ ബാവ തിരുമേനി അനുസ്മരിക്കുന്നത് ഈ വാക്കുകളിൽ ആണ്. ബഹുമാനപ്പെട്ട ലൂയിസ് ചരിവിള പുത്തൻവീട്ടിൽ അച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലി അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയിൽ നിലമ്പൂർ എരുമമുണ്ട ദേവാലയത്തിൽ വെച്ച് ആഘോഷിക്കുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷം. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ്റെ ഈ രജത ജൂബിലിക്ക് എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. അദ്ദേഹത്തെ ഒരു വൈദിക വിദ്യാർത്ഥിയായി മൈനർ സെമിനാരിയിൽ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്നോളം അദ്ദേഹത്തിൽ ദൈവം ഇടപെട്ട അത്ഭുതകരമായ വഴികളെക്കുറിച്ച് സന്തോഷത്തോടെ ഓർക്കുന്നു. സഭാബന്ധവും സഭയോട് സ്നേഹവും പൗരോഹിത്യത്തെക്കുറിച്ച് ഉന്നതമായ ചിന്തയും വെച്ച് പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ ജപാലന ശുശ്രൂഷകളിൽ നേരിട്ടും സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലും എനിക്ക് അടുത്ത് ഇടപഴകുവാൻ സാധിച്ചിട്ടുണ്ട്. സഭയുടെ സമീപനങ്ങളോട് വലിയ പ്രതിബദ്ധതയിൽ തൻ്റെ പൗരോഹിത്യത്തെ എപ്പോഴും കാണുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ പാവപ്പെട്ട മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഔദാര്യത്തോടുകൂടി ഇടപെടുന്നത് വളരെ സന്തോഷകരമായ ഒരനുഭവമാണ്. സഭയ്ക്ക് വേണ്ടി സഭയുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എപ്പോഴും പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ വെളിച്ചത്തിൽ അജപാലനപരമായ നന്മകൾ പങ്കുവയ്ക്കുന്നതിനും അദ്ദേഹം എപ്പോഴും ഉത്സുകനാണ്. ഈ ജൂബിലിയുടെ മഹനീയമായ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ
പരേതരായ വത്സല മാതാപിതാക്കളെ ഞാൻ ഓർക്കുന്നു. ദൈവസന്നിധിയിൽ അവരെ പ്രതി നന്ദി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ ദർശന ബുദ്ധിയോടുകൂടി എപ്പോഴും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. മകനെ സെമിനാരിയിൽ പ്രവേശിച്ചപ്പോഴും പൗരോഹിത്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് പരിശീലനത്തിലായിരുന്നപ്പോഴും പുരോഹിതനായിരുന്നപ്പോഴും എല്ലാം അദ്ദേഹം പൗരോഹിത്യത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ, നല്ല വിചാരങ്ങൾ എപ്പോഴും ലൂയിസ് അച്ഛന് നൽകിയിരുന്നു. സഭയോട് വളരെ ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ തൻ്റെ പൗരോഹിത്യ വിളി സ്വീകരിച്ചതും സെമിനാരിയിൽ പ്രവേശിച്ചതും. സഹോദരങ്ങളെല്ലാം തന്നെ സഭയോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവരായിരിക്കുന്ന ഇടവകളിലെല്ലാം സജീവമായ നേതൃത്വം ഇടവകയ്ക്കും അതുവഴി സഭയ്ക്കും നൽകുന്നതിൽ അവരെപ്പോഴും താല്പര്യമുള്ളവരാണ്. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ അമേരിക്കയിലെ എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഭദ്രാസനത്തിലും ബത്തേരി ഭദ്രാസനത്തിലും ഇപ്പോൾ വീണ്ടും സഭാധ്യക്ഷൻ്റെ മേൽനോട്ടത്തിൽ ഇംഗ്ലണ്ടിലെ സഭയുടെ ശുശ്രൂഷയിലും വളരെ ഔദാര്യത്തോടുകൂടി അദ്ദേഹം ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അമേരിക്കയിലെ ഒപ്പം യൂറോപ്പിലെ വിശിഷ്യ ഇപ്പോൾ ഇംഗ്ലണ്ടിലെയും നമ്മുടെയും അവിടെയുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയുടെയും എല്ലാം നല്ല അഭിപ്രായങ്ങൾ, വിലയിരുത്തലുകൾ കേൾക്കുന്നതിന് ഇടയായി. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന അവിടുത്തെ 2 ഇംഗ്ലീഷ് ഇടവകളിലും നമ്മുടെ ഇടവകളിലും അച്ഛൻ്റെ സേവനം എല്ലാവരും ഏറെ വിലമതിക്കുന്നു. ദൈവജനത്തെ ഒരുമയോടെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന്, മുൻപോട്ട് നയിക്കുന്നതിന് അദ്ദേഹം എടുക്കുന്ന സമർപ്പണം ശ്ലാഘനീയമാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സമർപ്പിതനായ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലിയിൽ സഭയുടെ പ്രത്യേക അഭിനന്ദനവും കൃതജ്ഞതയും സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ ഇനിയും സഭയുടെ കെട്ടുപണിക്ക് ധാരാളമായി ഉപയോഗിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ഹൃദയപൂർവ്വം ഞാൻ നേർന്നുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമേരിക്കയിൽ ദീർഘകാലം തൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ലൂയിസ് അച്ഛനെ ബത്തേരി മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ജോസഫ് മോർ തോമസ് തിരുമേനി ഈ വാക്കുകളിൽ തൻ്റെ ആശംസ നേരുന്നു. Father Louis is a man of character, competency, commitment, knowledge and wisdom. അഭിവന്യ മോർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്ത ഈ വന്യവൈദികനെ അനുസ്മരിക്കുന്നത് ഇപ്രകാരമാണ്. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ വിവിധ സഭാ ശുശ്രൂഷകളിൽ പ്രാഗൽഭ്യവും കരുതലും പ്രതിബദ്ധതയും സംലഭ്യതയും ഇഴയടുപ്പമുള്ള വ്യക്തിബന്ധവും ഊഷ്മളമായ സൗഹൃദവും തുറവിയുടെ സമീപനവും കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ജന്മദേശവാസിയും തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാനുമായ മോർ പോളി കാർപ്പോസ് ഈ സുവർണാവസരത്തിൽ ദൈവാനുഗ്രഹവും ആശംസയും അച്ഛന് നേരുന്നു.
പൂന കട്കി രൂപതയുടെ നിയുക്ത ബിഷപ്പും ബദനി സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലും ആയിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ മത്തായി കടവിലച്ചന് പങ്കുവയ്ക്കാനുള്ളത് ലൂയിസ് അച്ഛൻ്റെ ഹൃദ്യമായ ഇടപെടലും പങ്കുവെക്കലിൻ്റെ അനുഭവവുമാണ്. ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛൻ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന UK കോർഡിനേറ്ററായ കുര്യാക്കോസ് തടത്തിലച്ഛൻ അച്ഛനെ അനുസ്മരിക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ അന്തസ്സ് പാലിക്കുന്ന വൈദികൻ, മാന്യമായ പെരുമാറ്റവും നിലപാടുകളിൽ ഉറച്ചും നിൽക്കുന്ന വൈദികനുമായിട്ടാണ്. മദർ ആർദ്രയ്ക്ക് പങ്കുവയ്ക്കാനുള്ളത് വ്യക്തിജീവിതത്തിലെ വിശുദ്ധിയും കർമ്മമണ്ഡലത്തിലെ കഠിനാധ്വാനവും പ്രവൃത്തിയിലെ അർപ്പണബോധവും നിലപാടുകളിലെ സത്യസന്ധതയുമാണ് ലൂയിസ് അച്ഛനെ ഒരു ഇടയനെന്ന നിലയിൽ വ്യത്യസ്തനാക്കുന്നത് എന്നാണ്. മദർ ലിഡിയയുടെ വാക്കുകളിൽ, He has won hearts of many irrespective of their age and temperaments. He is a man of others. കുടുംബാംഗമായ വന്യ യൂഹാനോൻ പുത്തൻവീട്ടിൽ റമ്പാച്ചന് അനുസ്മരിക്കാനുള്ളത് ചെറുപ്പം മുതലേ നിഷ്ഠയോടും അർപ്പണബോധത്തോടും കഠിനാധ്വാനം ചെയ്യുന്ന ലൂയിസ് അച്ഛനെയാണ്. സൗഹൃദത്തിൻ്റെ തെളിച്ചമായി മലങ്കര മേജർ സെമിനാരി റക്ടർ അബ്രഹാം ചെരുവിടത്തിലച്ഛൻ ലൂയിസ് അച്ഛനെ അനുസ്മരിക്കുമ്പോൾ താമരശ്ശേരി ദിവ്യകാരുണ്യ മേജർ സെമിനാരി റക്ടർ ജോബി പട്ടരുപറമ്പിൽ അച്ഛന് ഇടപെടുന്നവർക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്ഥിയായി ലൂയിസ് അച്ഛൻ മാറുന്നു. ചിരകാല സുഹൃത്തും ബത്തേരി രൂപത മുൻ വികാർ ജനറലുമായ വന്യ വർഗീസ് താന്തിക്കാക്കുഴി അച്ഛൻ രൂപത വൈദികരുടെ പേരിൽ ആശംസ അറിയിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. തിളക്കമാർന്ന ജീവിതശൈലി, ആരാധനാക്രമത്തിലുള്ള നിഷ്ഠാപരമായ ജീവിതം, സഭാത്മകതയും പൗരോഹിത്യ കൂട്ടായ്മയിലുമുള്ള സമർപ്പണം, ഇവയെല്ലാമാണ് ലൂയിസ് അച്ഛൻ. ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ ശ്രേയസിൻ്റെ അമരണക്കാരനായിരുന്ന ലൂയിസ് അച്ഛനെ ഇപ്പോഴത്തെ ഡയറക്ടർ ഡേവിഡ് ആലിങ്കൽ അച്ഛൻ അനുസ്മരിക്കുന്നു. ലൂയിസ് അച്ഛൻ 2001 മുതൽ 2003 വരെ ശ്രേയസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും 2014 മുതൽ 2016 വരെ ഡയറക്ടറായും പ്രവർത്തിച്ച കാലയളവിൽ വയനാട്ടിലെ പിന്നാക്കം നിൽക്കുന്ന ആദിവാസി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിച്ചും കോളനികൾ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും പരിഹാരം കണ്ടെത്തുവാൻ സമയം കണ്ടെത്തിയിരുന്നു. സെൻറ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലെ തൻ്റെ വൈദിക പരിശീലന കാലയളവിൽ കണ്ടുമുട്ടിയ ലൂയിസ് അച്ഛനെക്കുറിച്ച് ഫാദർ ഫെലിക്സ് പത്യാല പറയുന്നു. Father Louis is a person with a rare combination of being a very intelligent with a pastoral heart. പുഞ്ചിരി തൂകുന്ന മുഖവും സ്നേഹപൂർവമായ സൗഹൃദ സംഭാഷണവും, അതാണ് ലൂയിസ് അച്ഛൻ എന്ന് മുൻ ഇടവാങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ മയിലാടുംപൊട്ടി ഇടവകയിലെ ജോജി ശാന്തി ഭവൻ അനുസ്മരിക്കുന്നു. ലൂയിസ് അച്ഛൻ്റെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ ബിനിൽ കെ ആന്റണി ഇപ്രകാരം അച്ഛനെ അനുസ്മരിക്കുന്നു. പ്രസംഗപീഠത്തിനപ്പുറം കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഊർജ്ജസ്വലതയും പ്രതിബദ്ധതയും അദ്ദേഹത്തിനുണ്ട്. പ്രതീക്ഷ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ സേവനം. എന്നെ കൈപിടിച്ചുയർത്തിയ വൈദികൻ എന്ന് യുവജനങ്ങളുടെ പ്രതിനിധിയായ അരുൺ കാർമൽ ഓർക്കുമ്പോൾ പാവങ്ങളോടുള്ള പ്രതിബദ്ധത അച്ഛൻ്റെ മുഖമുദ്ര എന്ന് അരുൺ ഉറപ്പിച്ചു പറയുന്നു. ശ്രേയസിലെ സ്റ്റാഫായ ഷെമീനയ്ക്ക് പറയാനുള്ളത്, ലൂയിസ് അച്ഛൻ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്നു എന്നതാണ്. St. Anne's Parish Secretary Victoria Holmes says, Father Louis is prayerful, thoughtful, friendly, funny, caring, approachable and kind. He has brought about and encouraged a new vibrancy to our parish, which was much needed post-pandemic. അച്ഛന് ജൂബിലി മംഗളങ്ങൾ.